രാവിലെ ആകുമ്പോൾ കളവിന് വേണ്ടി പോവാണ്, മോഷ്ടിക്കാൻ വേണ്ടി പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയിച്ചു കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ നിസ്കാരം ആ കളവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ തെറ്റായ രീതിയിൽ നിന്നും മാറ്റിക്കൊള്ളുന്നു. നിസ്കാരം ശരിയായ രീതിയിലാണെങ്കിൽ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരമെല്ലാം നിന്ദ്യവും നീചവുമായ കാര്യങ്ങളെ തടയുന്നതാണ്. തടഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ നിസ്കാരമല്ല എന്നാണ്. തെറ്റായ കാര്യം തടഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരമല്ല. ഒരാൾ ഗൂഡല്ലൂരിൽ ഇങ്ങനെ പോവാണ്, ഗൂഡല്ലൂരിൽ കൂടി ഇങ്ങനെ പോയിട്ട് വഴിക്കടവിൻ്റെ ചുരമൊക്കെ ഇങ്ങനെ കയറി ഗൂഡല്ലൂർക്ക് കയറുകയാണ്. കുറേ ചുരമുണ്ട്, ചുരത്തിൽ കുറേ ഹെയർപിൻ വളവുകളുണ്ട്. വളവെത്തുമ്പോൾ എന്ത് പറഞ്ഞു? ഡ്രൈവർ പറഞ്ഞു എല്ലാവരും ഞാൻ ഇറങ്ങിക്കോളൂ, ഇനി എല്ലാവരും കൂടി നമുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കാം, അങ്ങനെ പറയലാണോ? പിന്നെന്താ ചെയ്യുക? ഡ്രൈവർ സ്റ്റയറിങ് പിടിച്ചു നല്ലോണം തിരിക്കുമല്ലേ? സ്റ്റയറിങ് പിടിച്ച് നല്ലോണം തിരിക്കുമ്പോൾ എന്താവും? വണ്ടി ഒന്നിച്ചാൽ തിരിച്ചു വരും. ഇതേ രീതിയിലാണ് നമ്മൾ നിസ്കാരം ശരിയായ രീതിയിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുമത്. അതുകൊണ്ട് നമ്മൾ നിസ്കാരം ശരിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും ചെയ്യും. അമല് കബൂൽ, ഒരാൾ കബൂലിയത്തിന് വേണ്ടി രണ്ടാമത്തെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്ബ സഹീഹോ എന്ന്. ആദ്യം എന്താ പറഞ്ഞത്? യഖീൻ സഹീഹോ. ഒരാൾ കബൂലിയത്തുള്ള അമലുകളായി തീരണമെന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തം നന്നായി തീരണം. അതിൽ ഒന്നാമത് പറഞ്ഞത് എന്താണ്? യഖീൻ സഹീഹോ, ശരിയായ യഖീനുള്ള ആളാണ്. രണ്ടാമത് ജസ്ബ സഹീഹോ എന്ന്. ജസ്ബ സഹിയാൻ വേണ്ടി പറയും എഹ്തിസാബോടെ അമൽ ചെയ്യണം. എന്താ എഹ്തിസാബ് എന്ന് പറഞ്ഞാൽ? പ്രതിഫലേച്ഛയോടുകൂടി അമൽ ചെയ്യണം. ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടിയും സൽക്കർമ്മേച്ഛയോടുകൂടിയും അമൽ ചെയ്യാൻ തയ്യാറാണ്. ഓരോന്നിൻ്റെയും അമലുകളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് ആളുകൾ പറയുന്നത്, ഉലമാക്കൾ നമ്മൾ പറയുന്നുണ്ട്, പുരുഷന്മാർ പള്ളിയിലും താഴിലും നടക്കണം, വീട്ടിലെല്ലാവരും സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടി ഒരു സ്ഥലം നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച് താഴ്ലീമ ദിവസേന നടക്കണം. അള്ളാഹുവിൻ്റെ ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകളുടെ തർജ്ജമയും ഹദീസിൻ്റെ തർജ്ജമകളൊക്കെ അടങ്ങിയ കിതാബുകൾ അത് നമ്മളുടെ വീടുകൾ സ്ഥിരമായ രീതിയിൽ വായിക്കാൻ തയ്യാറാണ്. സ്ഥിരമായ രീതിയിൽ വീടുകൾ വായിക്കപ്പെടുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ വീട്ടിലെ കുട്ടികളിലും എല്ലാം വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായിത്തീരും. വീട്ടിൽ വയ്ക്കുന്ന താഴ്ലീമിൻ്റെ സദസ്സ് മുഖാന്തരം പല ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമായിത്തീർന്നിട്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് സ്ഥലം നിശ്ചയിക്കണം, സമയം നിശ്ചയിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ദിവസേന താഴ്ലീമിൻ്റെ കിതാബുകൾ വീട്ടിൽ വായിക്കാൻ തയ്യാറാണ്. എന്താ തയ്യാറാണ്? ഇൻഷാ അല്ലാഹ് റമദാനാണ്, ഉറക്കൊക്കെ വരും അല്ലേ? ആ ജമാഅത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ഇൻഷാ അല്ലാഹ് കുറച്ച് ചേർന്നൊക്കെ ഇരുന്നോളി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ ശത്രുവായിട്ടുള്ള ശൈത്താൻ വന്നിരിക്കാതെ പ്രത്യേകം സൂക്ഷിക്കണം. എന്തിനാ ചേർന്നിരിക്കാൻ വേണ്ടി പറയണമെന്ന് അറിയും? സ്ഥലം ഇല്ലാത്തതുകൊണ്ടെന്നല്ല, നല്ല സ്ഥലമുള്ള സ്ഥലം തന്നെ ആയിരിക്കും. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് സ്വർഗത്ത് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ചേർന്നിരിക്കാൻ വേണ്ടി പറയുന്നത് സ്വർഗത്ത് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ശൈത്താൻ ഭയങ്കര ശത്രുവാണ്, നമ്മളെ വേഗം ഉറക്കാൻ വേണ്ടി നോക്കിയ സമയത്ത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെയുള്ള സ്ത്രീകളാണെങ്കിൽ ശരി, അടുത്ത സ്ഥലങ്ങളൊന്നും വിടാത്ത രീതിയിൽ കുറച്ച് അടുത്തേക്ക് ചേർന്നുകൊണ്ടിരിക്കും. റമദാനാണ്, ഉറക്കൊക്കെ വന്നു പോകും. അപ്പോൾ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. വീട്ടിൽ നല്ല രാത്രി ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറയുന്നറിയാം? ലൈറ്റ് ഇട്ടില്ല, ഉറക്കം വരുന്നില്ല എന്ന് പറയും. ആരെങ്കിലും ഉറക്കം ശബ്ദിച്ചു കഴിഞ്ഞാലോ മുണ്ടാവുക്കൊയ്യേ ഉറക്കം വരുന്നില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ ഭയങ്കര രസം എന്താ വെച്ചാൽ നല്ല പകലാണ് അല്ലേ? പകല് ഭയങ്കര മൈക്ക് കൂടിയ ശബ്ദം കേൾക്കണേ. എന്നാലും കിടക്കും കൂടി വേണ്ട, ഇരുന്നിട്ട് ഇങ്ങനെ ഉറക്കം തോന്നും അല്ലേ? ഇരുന്നിട്ട് തന്നെ ഉറങ്ങാൻ വേണ്ടി തോന്നും. സുബ്ഹാനല്ലാഹ്, ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരസ്പരം സഹകരിക്കും. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖുൽ മറാഅത്ത്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ പ്രത്യേകം കബൂലാക്കാൻ വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവിനോട്. താഴ്ലീമിൻ്റെ സദസ്സ് പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് വീടുകൾ താഴ്ലീം നടക്കും. വീടുകൾ താഴ്ലീം ഇൻഷാ അല്ലാഹ് സ്ഥിരമായ രീതിയിൽ വീട്ടിൽ താഴ്ലീമിൻ്റെ സദസ്സ് ഇൻഷാ അല്ലാഹ് നടത്തും. അതേപോലെ ഉലമാക്കൾ പറയുന്നുണ്ട്, നാലാമത്തെ ഒരു കാര്യം ധ്യാൻ സഹീഹോ, ശരിയായ ധ്യാനത്തോടു കൂടി ആയിരിക്കണം എന്ന് പറയും. അതായത് ഓരോ സമയങ്ങളിലും ഞാൻ അള്ളാഹുവിനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മുഴുവൻ ജീവിതം ഉണ്ടായിത്തീരേണ്ടത്. അതിനുവേണ്ടി ഉലമാക്കൾ പറയാണ്, ഓരോ ദിവസവും ഖുർആൻ ഷരീഫ് കൃത്യനിഷ്ഠയോടുകൂടി ഓതുന്ന ശീലം ഉണ്ടാക്കണം. കഴിയുമെങ്കിലും ഒരു ജുസെങ്കിലും ദിവസേന ഓതുന്ന രീതി. സഹാബാക്കളെ സംബന്ധിച്ചും മഹാന്മാരായ ഉലമാക്കളെ സംബന്ധിച്ചുള്ള കിതാബുകൾ വരുന്നുണ്ട്. റമദാൻ ആയിക്കഴിഞ്ഞാൽ അവർ ഓതുന്ന ഖുർആന് ഒരു ദിവസം തന്നെ ഒരു ഖത്തൊക്കെ ഓതുന്ന എത്രയോ മഹാന്മാരും സഹാബാക്കളും സംഭവങ്ങൾ താരീഖിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്.
റമദാൻ അല്ലാത്ത സമയത്തും നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ജുസെങ്കിലും ചുരുങ്ങിയത് ഖുർആൻ ഷരീഫ് പോകുന്ന രീതി ഉണ്ടാക്കി തീർക്കും. അതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള സമയം പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് നമ്മുടെ ഉലമാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട 2-3 ദിക്റുകൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അലിയുൽ അല്ല കേട്ടോ, ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ഈ ദിക്ർ എത്ര പ്രാവശ്യം? ഒരു 100 പ്രാവശ്യത്തിന് ചുരുങ്ങിയത് സുബഹിക്ക് ശേഷം അസറിന് ശേഷം ചെല്ലുന്നൊരു പതിവുണ്ടാക്കി തീർക്കും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് 100 പ്രാവശ്യം ചുരുങ്ങിയത് സുബഹിക്കും അസറിന് ശേഷം ചെല്ലുന്നൊരു ശീലം ഉണ്ടാക്കി തീർക്കും. അതേപോലെ ഇസ്തിഗ്ഫാർ, ഇത് നമ്മൾ മഗ്ഫിറത്തിന്റെ 10ആണ്, അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കേണ്ട 10ആണ്. അത് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് 100 പ്രാവശ്യം സുബഹിക്കും അസറിന് ശേഷം ഇസ്തിഗ്ഫാർ, പഠിച്ചവനെ പുറത്തുകൊണ്ട പഠിച്ചവനെ കുറേ അറിഞ്ഞും അറിയാതെയൊക്കെ തെറ്റ് ചെയ്തു പോയി, ഇത് തെറ്റാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും തെറ്റ് ചെയ്തു പോയി പഠിച്ചവനെ, എത്രയോ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ പറഞ്ഞതിന് ശേഷവും അറിഞ്ഞൊക്കെ തെറ്റി വന്നുപോയി പഠിച്ചവനെ, എന്നാലും നിന്നിലേക്കല്ലാതെ മറ്റാരിലേക്ക് മടങ്ങും പഠിച്ചവനെ. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വലിയ പിശുക്കനായ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് നാട്ടിലുള്ള ആളുകൾക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പിശുക്കനാണെങ്കിൽ ശരി പഠിച്ചവനെ നീ എന്തെങ്കിലും എടുത്തു കൊടുക്കുമല്ലോ, നീ എത്ര വലിയ ഔദാര്യവാനാണ്, ഞങ്ങൾ ഏറ്റവും മോശക്കാരാണ്, എന്നാലും ശരി പഠിച്ചവനെ ഔദാര്യവാനായ പഠിച്ചവനെ ഞങ്ങൾ അറിയാതെ വന്നുപോയ തെറ്റുകളാണ്, അറിഞ്ഞും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് പഠിച്ചവനെ, ഈ റമദാനാണ്, ഈ റമദാൻ്റെയൊക്കെ 10 നീ പുറത്തു വരുന്നു പറഞ്ഞവനാണ് പഠിച്ചവനെ, നീ പുറത്തു കൊണ്ട എന്ന് ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് 100 പ്രാവശ്യമെങ്കിലും സുബഹിക്കും അസറിനു ശേഷം ഉള്ള സമയങ്ങൾ പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കും. മൂന്നാമത്തെ ഒരു കാര്യം, സന്ദർഭോചിതമായ കുറേ ദുആക്കളുണ്ട്. ഓരോ സന്ദർഭത്തിലും പള്ളിയിലേക്ക് കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, ബജാറിലേക്ക് പോകുമ്പോൾ, ഇങ്ങനെ പല സമയങ്ങളിലും ഉള്ള ദിക്റുകൾ, ദുആകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ദിക്റുകൾ ഇൻഷാ അല്ലാഹ് കൃത്യനിഷ്ഠയോടുകൂടി ഓർമ്മ വെച്ചുകൊണ്ട് നമ്മൾ ദിക്ർ ചെല്ലുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കും. നാലാമത്തെ ഒരു കാര്യം പറഞ്ഞത്, നമ്മളുടെ സംസാരത്തിൽ കരുതിക്കൂട്ടി അള്ളാഹിനെ ഉപയോഗിക്കും. മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ജസാക്കല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലേ, ജസാക്കല്ലാഹ് ഖൈർ, എന്തൊക്കെ കാര്യങ്ങൾ മാഷാ അല്ലാഹ്, എന്തെങ്കിലും കിട്ടി അൽഹംദുലില്ലാഹ്. ഇതേ രീതിയിൽ അള്ളാഹുവിനെ കൂട്ടിക്കൊള്ള വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കണം. ആ ഭർത്താവ് എന്തെങ്കിലും ഒരു നല്ല സാധനം വീട്ടിൽ കൊണ്ടുവന്നു, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഇത്ര നല്ല സാധനങ്ങൾ കൊണ്ടുവന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചതായിരുന്നു നിങ്ങൾ കൊണ്ടുവരുമോ ഇല്ല അത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, അൽഹംദുലില്ലാഹ് നിങ്ങൾ കൊണ്ടുവന്നല്ലോ. അവിടേക്ക് നമ്മൾ കരുതി കൂട്ടി അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാം. ഒരു പുരുഷനാണ് ഭാര്യനോട് പറയുമ്പോൾ, മാഷാ അല്ലാഹ് എത്ര നല്ല ഭക്ഷണമാണ് നീ ഉണ്ടാക്കിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നല്ല ഭക്ഷണമാണ് നിനക്ക് ഉണ്ടാക്കാനുള്ള തൗഫീഖ് നൽകിയത്. അള്ളാഹിനെ കൂട്ടിക്കൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ശീലിക്കും. അഞ്ചാമതായിക്കൊണ്ട് പറയുന്നുണ്ട്, ദുആ ചെയ്യുക. പ്രത്യേകിച്ച് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് മാറാട്ടെ. അതോടുകൂടി അഞ്ചാമത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം നിയ്യത്ത് സഹിയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. എപ്പോഴേ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഹുബ്ബെ മാലു ഹുബ്ബെ ജാഹു ഉണ്ടാകാൻ പാടില്ല. ധനത്തോടും പദവിയോടുള്ള മോഹം ഉണ്ടെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവില്ല. പണത്തിനോട് ആഗ്രഹം വന്നു, അല്ലെങ്കിൽ പദവിയോട് ആഗ്രഹം വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഖ്ലാസ് നഷ്ടപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പരിശ്രമത്തിൽ അതെപ്പോഴും നബിമാരുടെ രീതിയിലാണ് പരിശ്രമം നടക്കുക. दावत की हक़ी दावत होती है समझा बुझा के, बातिल की दावत होती है दिखा के. ദാവത്ത് ഹക്കിൻ്റെ ദാവത്തുകൾ എപ്പോഴും എന്താണ്? കാണിച്ചുകൊണ്ട്, നാളെ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട്, നാളെ വരാനിരിക്കുന്ന സ്വർഗം നരകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അദൃശ്യമായ കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും നബിമാരുടെ ദാവത്ത്. അങ്ങനെയാണ്. ബാത്തിൻ്റെ ദാവത്ത് നേരെ മറിച്ചാണ്. അതെങ്ങനെയാണ്? ദിക്കാക്കി കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. പക്ഷേ യഥാർത്ഥം ആലോചിച്ച് നോക്കി,
പറയപ്പെടുന്നുണ്ട് പല രീതി ബാത്തിൻ്റെ ദഅവത്ത് നടന്നുകൊണ്ടേ ഇരിക്കണം ലോകത്ത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ ഹക്കിൻ്റെ ദഅവത്തിൽ പ്രത്യേകിച്ച് ആളും കൂട്ടും വലിയ ഇതൊന്നും കാണൂല, ആൾക്കൂട്ടങ്ങളും മറ്റൊന്നും കാണൂല. ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്തിൻ്റെ ദഅവത്താണ്? ബാത്തിൻ്റെ ദഅവത്താണ്. ഇന്നാൾ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു ബാത്തിൻ്റെ ദഅവത്ത് കാണുന്നു. ബാത്തിൻ്റെ ദഅവത്ത് നടന്നപ്പോൾ എത്രത്തോളം വലുതെന്ന് വെച്ചാൽ, ഒരു ഫിലിം ഇറങ്ങി, സിനിമ ഖാനെ ഖുദ, എന്താ പേര്? അള്ളാൻ്റെ വീട്. ഖാനെ ഖുദ, അള്ളാൻ്റെ വീട് എന്നുള്ള പേര് പോലും അള്ളാൻ്റെ വീട് എന്നുള്ള ഒരു സിനിമ ഇറങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ, ആ നാട്ടിലുള്ള കൃഷ്ണ തിയേറ്ററിൽ നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തതാണ്. നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു. ആ രീതിയിൽ മുസ്ലിമുകളെ തെറ്റിലേക്ക്